നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് രാജിയില്ലെന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയിലാണ് KM എബ്രഹാമിന്റെ വിശദീകരണം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും മുൻ DGP ജേക്കബ് തോമസിനും തന്നോട് ശത്രുതയാണെന്നും കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിൽ KM എബ്രഹാം പറഞ്ഞു. കിഫ്ബി ജീവനക്കാർക്കയച്ച വിഷു സന്ദേശത്തിലാണ് KM എബ്രഹാം പുതിയ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്ന് പ്രതികരിച്ച KM എബ്രഹാം അപ്പീലിന് പോകുമെന്ന സൂചനയും നൽകുന്നുണ്ട്. ഹർജിക്കാരനെതിരെയും പേരു പറയാതെ കടുത്ത വിമർശനമുണ്ട്. ഹർജിക്കാരന് തന്നോട് ശത്രുതയാണെന്നും ഹർജിക്കാരൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിക്കുന്നു. ധനസെക്രട്ടറിയായിരിക്കെ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണെന്നും KM എബ്രഹാം പറയുന്നു. ജേക്കബ് തോമസിനെതിരെയും KM എബ്രഹാം ആരോപണമുന്നയിച്ചു. തനിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നേരത്തെ 20 കോടി തിരിമറി നടത്തിയത് താൻ കണ്ടെത്തി. ഹർജിക്കാരനൊപ്പം അദ്ദേഹവും ചേർന്നുവെന്നും KM എബ്രഹാം കുറ്റപ്പെടുത്തുന്നു. സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോയെന്ന് സംശയമുണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചില്ല. കൊല്ലത്തെ കെട്ടിടം പണി താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും KM എബ്രഹാം വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ADGP P. വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGPയുടെ ശുപാർശ. MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്നാണ് ശുപാർശയിൽ പറയുന്നത്. തനിക്കെതിരെയുള്ളത് അടിസ്ഥാനരഹിത ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് P. വിജയൻ നൽകിയ പരാതിയിലാണ് DGP നിലപാട് വ്യക്തമാക്കിയത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് സഹപ്രവർത്തകനായ P. വിജയനെതിരെ ഗുരുതര ആരോപണം അജിത് കുമാർ ഉന്നയിച്ചത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി. എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു. അജിത് കുമാറിന്റേത് കള്ളമൊഴിയെന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ P. വിജയൻ DGPക്ക് പരാതി നൽകി. ഡിസംബറിൽ നൽകിയ പരാതി DGP അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. 1 മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് PV അൻവർ. MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ, ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ പോലീസിനെ തന്നെ എന്താ പറയാ, ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. DGP റാങ്കും പോലീസ് മേധാവി കസേരയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും. 24 തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റുവിന് ഡോക്ടർ BR അംബേദ്കറോട് വെറുപ്പായിരുന്നുവെന്ന് തമിഴ്നാട് ഗവർണർ RN രവി. അംബേദ്കറുടെ പ്രതിഭയെ നെഹ്റു ഭയന്നു. രാജ്യത്തിന് ഇത്രയധികം സംഭാവന നൽകിയ മഹത് വ്യക്തിക്ക് ഭാരത് രത്ന നൽകിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അംബേദ്കർ ജയിക്കുന്നത് തടഞ്ഞത് നെഹ്റുവാണെന്നും RN രവി ആരോപിച്ചു. അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു തമിഴ്നാട് ഗവർണറുടെ വിവാദ പരാമർശം. The first Prime Minister of this country, he hated him. He was afraid of him because he was such a great giant. He was not able to face him if he could come in the parliament. And so, when he contested election, the first Prime Minister humiliated him by putting Baba Saheb, earlier old PA. The first Prime Minister took upon himself to give himself the Bharat Ratna. Can you imagine? A person giving to himself the Bharat Ratna. He gave himself to Bharat Ratna, but forgot Baba Saheb. തിരുവനന്തപുരം മുതലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കൊല്ലം ഹാർബറിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. സമരസമിതി നാളെ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകും. CITU ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കും. പുഴയിൽ പൂർണ്ണമായി മണൽ അടിഞ്ഞതോടെയാണ് സർക്കാർ ബദൽ മാർഗമായി താൽക്കാലിക ഹാർബർ മാറ്റത്തിന് നീക്കം തുടങ്ങിയത്.
മണൽ അടിഞ്ഞുകൂടിയതോടെ പൊഴി ഇപ്പോൾ ഒരു ബീച്ചായി മാറി. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനും വരാനും കഴിയാത്ത സ്ഥിതി. മണൽ നീക്കം കൃത്യമായി നടക്കാത്തതും തിരിച്ചടിയാണ്. JCBയും എക്സ്കവേറ്ററും മാത്രം ഉപയോഗിച്ചാണ് നിലവിലെ മണൽ നീക്കം. 8 മീറ്റർ ആഴത്തിൽ അടിഞ്ഞിട്ടുള്ള മണൽ ഈ രീതിയിൽ നീക്കിയാൽ മഴക്കാലത്തിന് മുമ്പ് പോലും പൊഴി സാധാരണ നിലയിലാകില്ല. ഈ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തെ ഹാർബറുകളിലേക്ക് താൽക്കാലികമായി മാറ്റാനുള്ള ആലോചന. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറി കൊല്ലം, തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. സർക്കാർ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. ഈ മേഖലയിലുള്ളവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടി സുഖസൗകര്യമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൊല്ലത്ത് തന്നെ ഈ റബ് സീസൺ ആകുമ്പോൾ എത്രയോ വള്ളങ്ങളാണ് അവിടുന്ന് മറ്റുള്ള സ്ഥലത്തിൽ നിന്ന് വന്നു കൂടുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ സംഘർഷത്തിന് അവിടെ ഇടയാക്കും. സർക്കാർ നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ആലോചനകളും മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയിട്ടുണ്ട്. ഹാർബർ മാറ്റിയാൽ മുതലപ്പുഴയിൽ കുടിൽ കെട്ടി സമരത്തിലേക്ക് പോകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. സർക്കാരിനോട് പറയാനുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മണ്ണ് എടുത്ത് മാറ്റി ഇതിനുള്ള ഇവിടുന്ന് സുരക്ഷിതമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം. കാരണം മൺസൂൺ കാലം ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ മൺസൂൺ കാലം അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഹാർബറിനെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയമാണ്, അവിടെ ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. നാളെ CITUവിന്റെയും മറ്റ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഓഫീസ് ഉപരോധിക്കാനും ആലോചനയുണ്ട്. നിലവിലെ വേഗതയിലാണ് മണ്ണ് നീക്കം ചെയ്യുന്നതെങ്കിൽ കൊല്ലം 2 എടുക്കും ഇത് പൂർണ്ണമായും മാറ്റാൻ. അപ്പോഴേക്കും മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകും. യുദ്ധകാലാടിസ്ഥാനത്തിൽ യന്ത്രങ്ങൾ എത്തിച്ച് വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്യുകയാണ് ഏക പോംവഴി. മുതലപ്പുഴയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണ ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി NIA കോടതി നിരീക്ഷണം. പട്യാല ഹൌസ് പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം. ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ നിസ്സഹകരണം തുടരുകയാണ്. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്ന് തഹാവൂർ റാണയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ NIA കോടതി ജഡ്ജി ചന്ദർജിത് സിംഗ് നിരീക്ഷിക്കുന്നു. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ 1ലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കോടതി നിരീക്ഷിച്ചു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. തഹാവൂർ റാണ ദുബായിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുബായിലെത്തി റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ D കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ D കമ്പനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും. ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ നിരീക്ഷണത്തിലാണ്. 24 ഡൽഹി. ഗുജറാത്ത് തീരത്ത് 1800 കോടി രൂപ വില വരുന്ന 300 കിലോ രാസലഹരി പിടികൂടി. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്നാണ് വൻ ലഹരിവേട്ട നടത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കണ്ടതോടെ ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി സംഘം കടന്നുകളഞ്ഞു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഗുജറാത്ത് തീരത്ത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ലഹരിവേട്ട നടന്നത്. പാകിസ്ഥാന്റെ സമുദ്രമേഖലയിൽ നിന്ന് ലഹരി വസ്തുക്കളുമായി വരുന്ന ബോട്ടിനെക്കുറിച്ച് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് വിവരം ലഭിക്കുകയായിരുന്നു. പിന്നാലെയാണ് കോസ്റ്റ് ഗാർഡുമായി ചേർന്ന് തിരച്ചിൽ നടത്തിയത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ കണ്ട കള്ളക്കടത്ത് സംഘം ലഹരി വസ്തുക്കൾ കടലിലേക്ക് തള്ളി തിരികെ രക്ഷപ്പെടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് കപ്പലിലുണ്ടായിരുന്ന ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലഹരി വസ്തുക്കൾ വീണ്ടെടുക്കാനായത്. മെത്താഫിറ്റാമിൻ എന്ന രാസലഹരിയാണ് പ്രധാനമായും കണ്ടെടുത്തത്. 300 കിലോ തൂക്കം വരുന്ന ലഹരി വസ്തുക്കൾക്ക് ഏതാണ്ട് 1800 കോടി രൂപ വില വരും. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പിന്നാലെ പോർബന്ദർ തീരത്തേക്ക് എത്തിച്ചു. കേസ് തീവ്രവാദ വിരുദ്ധ സേന അന്വേഷിക്കും. വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനത്തിന്റെ വിജയമാണ് കണ്ടതെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി പറഞ്ഞു. 24 മുംബൈ. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ 20 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മരിച്ചത്. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെ അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ അടിച്ചിൽ തൊട്ടി ഉന്നതിക്ക് സമീപം വനാതിർത്തിയിലാണ് കാട്ടാന ആക്രമണം. പ്രദേശവാസിയായ സെബാസ്റ്റ്യനും 2 സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോവുകയായിരുന്നു. മൂവരും വനാതിർത്തിയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു. ഇതോടെ സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന് അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു.
ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഓരോ 9:45 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവരെതിരെ രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾ ഇപ്പോൾ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. എന്നിട്ട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്ന. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനം വകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം ഇന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന് നാളത്തേക്ക് മാറ്റി. 24 തൃശൂർ. മുർഷിദാബാദ് സംഘർഷത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ വീണ്ടും സംഘർഷം. സൗത്ത് 24 പർഗാനാസിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ പോലീസ് വാൻ തകർന്നു. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. മേഖലയിൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചു. അതേസമയം മുർഷിദാബാദ് സംഘർഷം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയെത്തി. അഭിഭാഷകനായ ശശാങ്ക് ശേഖർ ഝായാണ് ഹർജി നൽകിയത്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 6 പേർ മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരിയിൽ സ്കൂട്ടർ അപകടത്തിൽ ബീഹാർ സ്വദേശിക്കും എറണാകുളം പെരുമ്പാവൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് രായമംഗലം സ്വദേശിക്കും ജീവൻ നഷ്ടമായി. തൃശൂരിൽ 2 വാഹനാപകടങ്ങളിലായി 2 പേർ മരിച്ചു. കൊല്ലത്ത് വാഹനാപകടത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ ഓമശ്ശേരി മുടൂരിലുണ്ടായ വാഹനാപകടത്തിലാണ് ബീഹാർ സ്വദേശിക്ക് ദാരുണാന്ത്യം. മുടൂരിലെ ക്രഷർ ജീവനക്കാരനായ ബീട്ടുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബീഹാർ സ്വദേശി ശരവണന്റെ നില അതീവ ഗുരുതരമാണ്. തൃശൂർ പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ +1 വിദ്യാർത്ഥി പെരുമ്പിലാവ് അംബേദ്കർ നഗർ സ്വദേശി ഗൗതം മരിച്ചു. എരുമപ്പെട്ടിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സീരക്കത്ത് വീട്ടിൽ അനീസ് മരിച്ചു. കൊല്ലം ചിതറയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് കടയ്ക്കൽ മണലിവട്ടം സ്വദേശി അജ്മലിന് ജീവൻ നഷ്ടമായി. കൊല്ലത്ത് അമിത വേഗത്തിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് IT ജീവനക്കാരനായ റതുൽ കൃഷ്ണ മരിച്ചു. സംഭവത്തിൽ കാർ ഓടിച്ച പടിഞ്ഞാറേക്കൊല്ലം സ്വദേശി ഗോവിന്ദനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂർ കുറുപ്പംപടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രായമംഗലം സ്വദേശി ജീവൻ മാർട്ടിന് ജീവൻ നഷ്ടമായി. പത്തനംതിട്ട വാര്യപുരത്ത് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട ബസ് റോഡിന് സമീപത്തെ നടപ്പാതയിൽ ഇടിച്ച് കയറുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക്. വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ. നിയമം റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ട് കക്ഷി ചേരാൻ സംസ്ഥാന സർക്കാരുകൾ അപേക്ഷ നൽകി. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, മറ്റന്നാൾ ഈ വഖഫ് നിയമ ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ഇപ്പോൾ ഒരു നിയമ പോരാട്ടത്തിനൊപ്പം കൂടി എത്തുന്നത്. പക്ഷേ ആവശ്യം മറ്റൊന്നാണ്. നിയമം റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അസം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ 3 സംസ്ഥാനങ്ങളാണ് നിയമം റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്രം ഇതിൽ ഈ വഖഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിന്മേൽ ഒരു തടസ്സ ഹർജി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി പിന്തുണ നൽകിക്കൊണ്ട് എത്തുന്നത്. എന്തായാലും മറ്റന്നാളാണ് ഈ ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ആ ഘട്ടത്തിലായിരിക്കും ഈ ഹർജികൾ ഫയലിൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിലൊരു വ്യക്തത വരിക. ഉമേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കി രാപകൽ സമരം തുടർന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സ്വന്തം ചോര കൊണ്ടെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഇന്ന് പ്രതിഷേധിച്ചത്. പ്രതീക്ഷയുടെ വിഷിപ്പുലരിയിൽ വേദനയുടെ കണിയൊരുക്കി ആശമാർ. അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ന്യായമായ വേതനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരപ്പന്തലിൽ കണിയൊരുക്കിയത്. വിഷമമുണ്ടെങ്കിലും അതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇവിടെ വെച്ച് വിഷു ആഘോഷിച്ചപ്പോഴത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ ഈ 64 ദിവസമായിട്ട് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതുകൊണ്ട് അതീവ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കണ്ടെങ്കിലും ഞങ്ങളെ ഒന്ന് ഇവിടെ ഈ സമരപന്തലിൽ നിന്ന് ഞങ്ങളെ വീടുകളിൽ പോവാൻ ഞങ്ങളെ പൂർണ്ണമായും മന്ത്രി മാത്രം വിചാരിച്ചാലേ നടക്കൂ.
ഓണറേറിയം വർധനവടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 64-ാം ദിവസം പിന്നിടുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ഏപ്രിൽ 21-ന് ആദരമർപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കിയ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ചോരയിലെഴുതിയ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. റാങ്ക് ലിസ്റ്റ് ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത്. അതിനു മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച കുടുംബം. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. CBI അന്വേഷണ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നീതി കിട്ടൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കേസിൽ നിയമ പോരാട്ടം തുടരുമെന്നും മഞ്ജുഷ. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. പ്രധാന പ്രതികളെയെല്ലാം പോലീസ് സംരക്ഷിക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതിയാകുമെന്നുമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരുന്നു. 24 ഡൽഹി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ CPIM-ന് നഷ്ടമാകുമെന്ന് മുൻ MLA PV അൻവർ. പിണറായി സമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമെന്നും PV അൻവർ 24നോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ PV അൻവറിനെ ഒപ്പം നിർത്തിയാകും UDF-ന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രഖ്യാപനം വരുന്നതിന് മുൻപേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുകയാണ്. LDF-നും UDF-നും എന്നതുപോലെ PV അൻവറിനും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ഫലം. പിണറായിസമാണ് നിലമ്പൂരിൽ ചർച്ചയെന്ന് പറഞ്ഞ അൻവർ അതിന് കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം UDF നിർത്തേണ്ടതെന്ന് 24നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ പറയുന്ന പിണറായിസത്തിനെതിരെ ഉണ്ടാവണം. അതിന് ഉതകുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ XOR-Y, ഇനിയിപ്പോൾ തേർഡ് നോ ഇഷ്യൂസ്, പക്ഷേ അത് ഉതകുന്നതായിരിക്കണം നിലമ്പൂരിലേക്ക്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടി വോട്ടുകൾ പോലും UDF-ലെത്തും. CPIM-ന് മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശനം തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ. അതേസമയം PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയമാകുമ്പോൾ നടക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അൻവർ UDF-ന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നു. ഇന്നലെ നിലമ്പൂരിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ മണ്ഡലം കൺവെൻഷനിൽ PV അൻവർ പങ്കെടുത്തിരുന്നു. 24 മലപ്പുറം. സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ. കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇടിമിന്നലോട് കൂടിയ മഴയായതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വയനാട്, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. വയനാട് ഉൾപ്പെടെ 9 ജില്ലകളിലായിരുന്നു 3 മണിക്കൂർ സമയം കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ പെയ്ത ഒറ്റപ്പെട്ട ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. എറണാകുളം, കോതമംഗലം, മാതിരപ്പള്ളിയിൽ തെങ്ങ് കടപുഴകി വീണു. തൊടുപുഴയിൽ കാറ്റിലും മഴയിലും കൃഷിനാശമുണ്ടായി. കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വയനാട് നടുവയലിൽ കനത്ത കാറ്റിൽ കോഴിഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി. 3500ഓളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. വരും മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്ക് പുറമെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ പര്യടനം തുടരുകയാണ്. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App.
Indian Institute of Commerce, Lakshya. Leela Ravis. Celebrating partners, Joy Alucas. Jain deemed to be University, Kochi. Crown Plaza, Kochi. VKC Dibon. Swayamvara Silks. NIMS, a unit of NI Educational Trust. MGM Group of Educational Institutions. Medimix. Rich Max Finvest. Region Care. Benny's Royal Tours Private Limited. Pyramid Agro Multi-State Cooperative Society Limited. G-Tech Computer Education. Milma. New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര വയനാട്ടിലെ പര്യടനം പൂർത്തിയാക്കി. വിഷുദിനത്തിൽ 100 കണക്കിന് ആളുകളാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിരത്തത്. വിഷുദിനത്തിൽ വയനാട്ടുകാർ ലഹരിക്കെതിരെ അണിനിരന്നു. സുൽത്താൻ ബത്തേരി ഗണപതിവട്ടം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര അസംഷൻ ഫൊറോന പള്ളി വരെ രാവിലെ തന്നെ പര്യടനം നടത്തി. അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയത് മാത്രം പോരാ, അവർക്ക് സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ അത് മാറാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, ഇന്ത്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദനശീല മണപ്പുറങ്ങൾ. ലഹരി സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് തുറന്നു കാട്ടുന്നതായിരുന്നു യുവകലാസാഹിതിയും ഇപ്റ്റ വയനാടും ചേർന്നൊരുക്കിയ കുരുതി എന്ന നാടകം. നമ്മൾ ഒറ്റക്കെട്ടായി പറയണം, അരുത് ലഹരി, അരുത് അക്രമം, അരുത് ലഹരി, അരുത് അക്രമം. ബത്തേരി നഗരത്തിന്റെ ഭംഗി കെടാതെ കാത്തുസൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 24ന്റെ ആദരം. ലഹരിക്കെതിരെയുള്ള സൈക്ലിംഗ് അസോസിയേഷന്റെ റൈഡ് SKN ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്പലവയൽ ലൈഫ് കെയർ വോളണ്ടിയർമാരും ഓട്ടോ തൊഴിലാളികളും തുടങ്ങി നിരവധി കൂട്ടായ്മകൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിചേർന്നു. ബത്തേരി നഗരസഭയുടെ ഹാപ്പി ഫെസ്റ്റിൽ 100 കണക്കിന് ആളുകളാണ് SKN40ക്ക് പിന്തുണ അറിയിച്ചെത്തിയത്. ഒരൊറ്റ MDMA വിൽപ്പനക്കാരനും കേരളത്തിൽ ഉണ്ടാകരുത്. എല്ലാ MDMA കാരനും കേരളം വിട്ടു പോകണം. MDMA കാരനും ലഹരിക്കാരനും വേര് പിടിക്കാനുള്ള മണ്ണല്ല കേരളമെന്ന് നമ്മളെല്ലാവരും 1 ലക്ഷം ആളുകൾ ഒരേ ശക്തിയോടെ വിളിച്ചു പറയും. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിരവധി അമ്മമാരും യുവതികളും ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി. മജീഷ്യൻ ശശി താഴത്തുവയൽ ലഹരിക്കെതിരെ മാജിക് അവതരിപ്പിച്ചു. മുട്ടിൽ WMO ഓർഫനേജിലും യാത്രയെത്തി. കൽപ്പറ്റയിൽ സിനിമാ താരം അബു സലീം ലഹരിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണയുമായി എത്തി. നമ്മൾ പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ലഹരിക്കെതിരെ ഒരു യാത്ര നടത്തി നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് ഇവിടെ വന്ന SKN പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ഡ്രഗ്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി. യാത്രയെ T സിദ്ദിഖ് MLA അഭിനന്ദിച്ചു. ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ പൊതുസമൂഹത്തെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ ജനകീയ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിൽ SKN എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്, ചെറുതല്ല നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയല്ല, വലിയ നീരാളി കയത്തിലാണ് നമ്മൾ. യാത്ര നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കും. 24 വയനാട്. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ പോലീസ് ഡ്രൈവറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചാലക്കുടി ഹൈവേ പോലീസിലെ ഡ്രൈവറായ അനുരാജാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു.
ഇന്നലെ രാത്രിയാണ് സംഭവം. അനുരാജ് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ ഓടിച്ച കാർ സ്കൂട്ടറിലും മറ്റൊരു കാറിലും ഇടിച്ചു. ഇതിനുശേഷവും ഇയാൾ കാർ നിർത്താൻ തയ്യാറായില്ല. മേലടൂരിൽ വെച്ച കാർ പോസ്റ്റിലിടിച്ച് തലക്കീഴായി മറിഞ്ഞു. ഇതോടെ നാട്ടുകാർ അനുരാജിനെ തടഞ്ഞുവച്ച് മാള പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മാള പോലീസ് അനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ കാറിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെടുത്തു. അനുരാജിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി. ഇതോടെ മാള പോലീസ് അനുരാജിനെതിരെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് കേസെടുത്തു. പിന്നാലെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. 24 തൃശൂർ. പ്രതീക്ഷയുടെ വിഷു. കണിയും കൈനീട്ടവുമായി വിഷു ആഘോഷിച്ച് മലയാളികൾ. വീടുകളിൽ ഒത്തുചേർന്നും സദ്യ ഒരുക്കിയുമായിരുന്നു ആഘോഷം. ശബരിമല സന്നിധാനത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉൾപ്പെടെ ആയിരങ്ങൾ വിഷുക്കണി ദർശിച്ചു. രാപ്പകലുകൾ തുല്യമായ അപൂർവ ദിനം. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ഉത്സവത്തെ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും മലയാളികൾ വരവേറ്റു. വിഷുക്കണി ദർശനത്തിനായി വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുപ്പുലരിയിൽ ഗുരുവായൂരിൽ കണ്ണനെ കണി കാണാൻ 10,000 എത്തി. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശബരിമലയിലും വിഷുക്കണി ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. രാവിലെ 4 മണി മുതൽ 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഭക്തർക്ക് വിഷുക്കൈ നീട്ടമായി അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം ബോർഡ് പുറത്തിറക്കി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എറണാകുളം തൃക്കാക്കര വാമനമൂർത്തി നടയിലും തിരക്കൊട്ടും കുറഞ്ഞില്ല. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണി കാണാനെത്തിയതും ആയിരങ്ങൾ. ആറന്മുളയിൽ ശ്രീലകത്തൊരുക്കിയ വിശേഷാൽ കണി കണ്ട പാർത്ഥസാരഥിയെ തൊഴാനും നിരവധി പേർ. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. സ്വകാര്യ ഹജ്ജ് ക്വാട്ട വെട്ടിക്കുറച്ച സൗദി അറേബ്യയുടെ നടപടിയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. വിദേശകാര്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് സൗദി ഹജ്ജ് മന്ത്രാലയത്തോട് സംസാരിച്ച് പരിഹാരം കാണണമെന്നാണ് M.K. സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റേഴ്സ് വഴിയുള്ള ക്വാട്ടയിൽ 80% കുറവ് വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. 52,000 ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ ഹജ്ജിന് പോകാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നാഷണൽ കോൺഫറൻസ് പാർട്ടിയും PDPയും ആവശ്യപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ കുലപതി മരിയോ വർഗാസ് യോസയ്ക്ക് വിട. പെറുവിയൻ തലസ്ഥാനമായ ലിമയിൽ ആയിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. 2010 സാഹിത്യ നൊബേൽ ജേതാവാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന്റെ വശ്യമാന്ത്രികത, അതിശക്തമായ സാമൂഹിക വ്യാഖ്യാന പ്രതിബദ്ധത, ചരിത്രാന്വേഷണം, സമയകാലങ്ങൾ ചാടിമറിഞ്ഞുള്ള എഴുത്തുരീതി, രചനാ സങ്കേതത്തിന്റെ തീഷ്ണത, അതായിരുന്നു സ്പാനിഷ് പെറൂവിയൻ സാഹിത്യ ഇതിഹാസം മാരിയോ വർഗാസ് യോസ. ഹാസ്യം, കൊലപാതക രഹസ്യം, രാഷ്ട്രീയം എല്ലാം യോസയുടെ കൃതികൾക്ക് ഇതിവൃത്തമായി. ആദ്യ നോവൽ ദ ടൈം ഓഫ് ദ ഹീറോ കൈകാര്യം ചെയ്തത് ലിമയിലെ സൈനിക സ്കൂൾ വിദ്യാർത്ഥികളുടെ പച്ചയായ ജീവിതാവസ്ഥകൾ. മാരിയോ വർഗാസ് യോസയുടെ മാസ്റ്റർ പീസ് ഏതെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആസ്വാദകരും പറയും ദ ഗ്രീൻ ഹൗസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിനും ജൂലിയോ കോർട്ടസാറിനുമൊപ്പം യോസയെ പ്രതിഷ്ഠിച്ച അതിമനോഹര കഥ. പിയൂറ എന്ന നഗരത്തിലെ വേശ്യാലയം കേന്ദ്രീകരിച്ചുള്ള കഥാകഥനം. വായനക്കാർക്ക് നവ്യാനുഭവം. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ്. 1990 പെറൂവിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആൽബർട്ടോ ഫിജിമോറിയോട് ദയനീയ തോൽവി. കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളോടുള്ള സന്ധിയില്ലാ സമരം, ഒപ്പം അധ്യാപന വൃത്തിയും. രണ്ടാനമ്മയ്ക്ക് സ്തുതി, കോൺവെർസേഷൻ ഇൻ കത്തീഡ്രൽ, അങ്ങനെ എവർഗ്രീൻ ക്ലാസിക്കുകളുടെ സൃഷ്ടാവ്. ലാറ്റിൻ അമേരിക്കൻ ബൂം എന്ന സാഹിത്യ പ്രതിഭാസത്തിന്റെ അവസാന കണ്ണി മാരിയോ വർഗാസ് യോസ തന്റെ 89-ാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ
നമുക്ക് നഷ്ടമാകുന്നത് സാഹിത്യത്തെ വിശ്വമനോഹരമാക്കിയ കഥാകുലപതിയെ. യു പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24. വാർത്താമഴയിലേക്ക് തിരികെ. കേരളത്തിന് പുതിയ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ വൺ വേ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത്. ഉത്സവകാലത്ത് യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്താണ് ട്രെയിൻ അനുവദിച്ചത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഈ മാസം 16 വൈകിട്ട് 6:05 പുറപ്പെടുന്ന ട്രെയിൻ ഏപ്രിൽ 18 രാത്രി 8:35 ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. വിഷുദിനത്തിൽ തന്നെ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നന്ദി അറിയിച്ചു. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിക്കുന്ന 7ാമത്തെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. സഞ്ജയൻ ഷാലി ദമ്പതികൾക്ക് വീടിന്റെ താക്കോൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് കൈമാറി. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ വീടാണ് ചന്ദ്രാപിന്നിയിൽ നിർമ്മാണം പൂർത്തിയായത്. വർഷങ്ങളോളം വാടക വീട്ടിലായിരുന്നു സഞ്ജയന്റെയും ഷാലിയുടെയും 2 മക്കളുടെയും താമസം. ഒരൊറ്റ സ്വപ്നമേ ആ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ, സ്വന്തമായൊരു വീട്. ഒടുവിൽ 24 കണക്റ്റിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹായത്താൽ വിഷുദിനത്തിൽ പുതിയ വീടൊരുങ്ങി. എഡിറ്റർ ഇൻ ചീഫ് PP ജെയിംസ് വീടിന്റെ താക്കോൽ കൈമാറി. വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കാൻ മാത്രമല്ല, പുറത്തിറങ്ങി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു വലിയ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് 24ഉം ഫ്ലവേഴ്സും ചേർന്ന് നടപ്പിലാക്കിയത്. SKN ഇതിനെ ഏറ്റവും ശക്തമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുമ്പോൾ ഇത് കൃത്യമായി ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 വീടുകൾ അടുത്ത 2-3 മാസത്തിനകം എല്ലാം പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കുടുംബത്തിന് നിറഞ്ഞ സന്തോഷം. വളരെ സന്തോഷം. ഇത്രയും വേഗം തന്നെ വീട് നമുക്ക് പൂർത്തിയായി കിട്ടി. 24നോടും അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരത്തെ കോർഡിനേറ്റർ ബാബു മോഹൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും കൂടെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്ക് വീട് ഇത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിച്ചത്. വളരെ സന്തോഷം 24 ചാനൽ വഴി കിട്ടിയതിന്. ആശംസകൾ അറിയിച്ച എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവും സിനിത വത്സനും. ഏറെ സന്തോഷമാണ്. കാരണം ഈ വിഷുദിനത്തിൽ തന്നെ സഞ്ജയനും ഷാലിക്കും ഒരു വീട് നൽകുക, ഈ ദിവസം അതിൽ കയറി താമസിക്കാൻ അവർക്ക് കഴിയുക എന്നത് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമാണ്. ഷാലിക്കും സഞ്ജയനും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കെ 24 കണക്റ്റിനും എല്ലാവിധ ആശംസകളും. ജനപ്രതിനിധികളും അടുത്ത കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ 24 അഡ്മിനിസ്ട്രേഷൻ സീനിയർ മാനേജർ രമേശ് അയ്യർ, 24 കണക്ട് തൃശൂർ താലൂക്ക് കോർഡിനേറ്റർ EG സതീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. 24 തൃശൂർ. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.